ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ കറി ഉണ്ടാക്കിയാലോ? അതിനുവേണ്ടി ആദ്യമേ തന്നെ മൺചട്ടി തന്നെ എടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ, അതാണ് കൂടുതൽ ടേസ്റ്റ്. വെളിച്ചെണ്ണ മൂത്ത് വരുമ്പോഴത്തേനും അതിലൊക്കെ നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. കുറച്ച് ഉലുവ കൂടി ഒപ്പം തന്നെ ചേർത്ത് കൊടുക്കാം. ഉലുവയും കടുകും മൂത്ത് വരുമ്പോൾ നമുക്കതിലോട്ട് കുനുകുന അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1.5 സവാളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഒരു 2 പച്ചമുളക് കീറിയത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അത് ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ തന്നെ നമുക്ക് അതിലോട്ട് ഒരു 1.5 തക്കാളിയും കൂടി ചേർത്ത് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം. അപ്പോൾ ആ തക്കാളിയുടെ പച്ചമണമൊക്കെ പോയി അത് നന്നായിട്ടൊന്ന് വെന്ത് വരും. അങ്ങനെ നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർക്കാൻ വേണ്ടി തുടങ്ങാം. ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്കൊന്ന് മൂപ്പിക്കാം. അതിനുശേഷം നമുക്ക് അതിലോട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ സാദാ മുളക് പൊടിയും 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയുമാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് സാദാ മുളക് പൊടി കുറച്ചും കൂടി ചേർക്കാവുന്നതാണ്. അങ്ങനെ അതിൻ്റെ പച്ചമണമൊക്കെ പോയി നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് അതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തീരെ പൊടിച്ചെമ്മീന് പകരം കുറച്ചൊന്ന് വലിയ ചെമ്മീൻ ചെയ്യുന്നതാണ് കേട്ടോ ഇതിന് കൂടുതൽ ടേസ്റ്റ്. ഇനി ഇതിലോട്ട് വെള്ളമൊക്കെ ചേർക്കുന്നതിന് മുമ്പ് നമുക്കൊരു 4 മിനിറ്റോളം ഇതിങ്ങനെ മൂടി വയ്ക്കാം. അപ്പോൾ ആ ചെമ്മീനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി ആ തക്കാളിയൊക്കെ ഒരു ജ്യൂസി പരുവമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 6-7 മിനിറ്റോളം നമുക്കൊന്ന് മൂടി വയ്ക്കാം. അപ്പോഴത്തേനും നമ്മുടെ ഈ ചെമ്മിൻ്റെയും ഈ മിക്സും എല്ലാം കൂടി നല്ല തിക്ക് ഗ്രേവിയായി വന്നിട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ കറി റെഡി ആയിരിക്കുകയാണ്. ആ ഉലുവയുടെയൊക്കെ മണമൊക്കെ നല്ല സൂപ്പറായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ കറിക്ക്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ, വളരെ ടേസ്റ്റിയാണ്. ആ ഉലുവയുടെ ടേസ്റ്റ് നല്ല സൂപ്പറായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി പുതിയ വീഡിയോയിൽ കാണാം. ടാറ്റാ.